ഇത്ര ഷോർട്ട് ആയിട്ട് കണ്ടന്റ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ടെക്സ്റ്റിലോട് പഠിക്കാൻ പോയി കഴിഞ്ഞ സമയമുണ്ടോ? സമയമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതാണെന്നുള്ളത് ബേസിക് ആയിട്ടും Q&A സെക്ഷൻ ആയിട്ടും ഒബ്ജക്റ്റീവ് ആയിട്ടും ക്രാക്കർ ആയിട്ടും ഈ 4 ഘട്ടങ്ങളിലായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ NUS എക്സാമിനേഷൻ പഠിക്കുന്ന ഒരു കുട്ടി ഒരിക്കലും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ള പോലെ എല്ലാം മാർക്ക് ഇടുക, ഇഷ്ടമുള്ള പോലെ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ അവിടെ റെക്കോർഡ് ബുക്ക് കൊണ്ടുവയ്ക്കുന്ന 5 മാർക്ക് അതിന് കയറും, 25 മാർക്ക്. നിങ്ങൾ അവിടുത്തെ പാർട്ടിസിപ്പേഷൻ 5 മാർക്ക്. NIOSൽ രജിസ്റ്റർ ചെയ്തു, പക്ഷേ തിരക്ക് കാരണം പഠിക്കാൻ പറ്റിയില്ലല്ലേ? ഇനി വിഷമിക്കേണ്ട, കാരണം ഇനി നിങ്ങൾക്ക് 6 മാസത്തെ സിലബസ് വെറും 1 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം, അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ. സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NUS ഏപ്രിൽ 2025 പരീക്ഷ നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ തിയറി എക്സാമിനേഷൻ ആണ് നമുക്ക് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷനും അതുപോലെ തന്നെ നമ്മുടെ ഫോർമാറ്റീവ് സബ്മിറ്റീവിന്റെ ഒക്കെ മാർക്കുകളൊക്കെ എങ്ങനെയാണ് വരിക എന്നുള്ള കുട്ടികൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തത് നമ്മുടെ സബ്മിറ്റീവ് അസസ്മെന്റിനെ കുറിച്ചിട്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ തിയറി പ്രാക്ടിക്കൽ ഇന്റേണൽ അസസ്മെന്റ് മാർക്ക് എങ്ങനെയെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾ ചോദിക്കുന്നത് ഫോർമാറ്റീവ് അസസ്മെന്റ് എന്താണ്, സബ്മിറ്റീവ് അസസ്മെന്റ് എന്താണ്, ഇതിന്റെ മാർക്സിലൊക്കെ നമുക്ക് എങ്ങനെ മിനിമം എടുക്കാൻ പറ്റും, ഇത് എങ്ങനെയൊക്കെയാണ് വിലയിരുത്തുന്നത്, ഇവാലുവേഷൻ എന്താണ്, ഈ അസസ്മെന്റ് ക്രൈറ്റീരിയ എന്താണെന്നുള്ളതൊക്കെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഫോർമാറ്റീവ് അസസ്മെന്റ് എന്താണെന്നുള്ളതും സബ്മിറ്റീവ് അസസ്മെന്റ് എന്താണെന്നുള്ളതും ഇനി നമ്മൾ തിയറി എക്സാമിനേഷനോട് പോകുമ്പോൾ നമ്മൾ മുമ്പായിട്ട് നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NUS ഏപ്രിൽ 2025 രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന ബാസ് ക്രാഷ് കോഴ്സിന്റെ അവസാന ഘട്ട അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലോട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് കുട്ടികളാണ് ഈ ഒരു സമയത്ത് നമ്മുടെ അടുത്ത് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാം, ഇനിയിപ്പോൾ എക്സാമിന് നമുക്ക് ആകെ ഒരു 10-15 ദിവസം മാത്രമേ ഉള്ളൂ. നമുക്ക് 21 എക്സാം തുടങ്ങുകയാണ്. 21, 22, 23, 24, 25 ഇങ്ങനെ അടുത്തടുത്താണ് നമ്മുടെ എക്സാമിനേഷൻ വരുന്നത്. നമുക്ക് ഇത്ര സമയമുള്ളൂ പഠിക്കാൻ. 21 തുടങ്ങുകയാണെന്നുള്ളൊരു പ്രശ്നം. കാരണം മുമ്പൊക്കെ എക്സാം നടക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലായതുകൊണ്ട് ഒരു 2-3 പേപ്പേഴ്സ് ഒക്കെ ഏപ്രിൽ മാസങ്ങളിലും 2 പേപ്പറൊക്കെ ഏപ്രിലും ബാക്കി 2-3 പേപ്പർ മെയിലൊക്കെ വരുമ്പോൾ നമുക്ക് 2 മാസം സമയം അങ്ങനെ കിട്ടാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു എക്സാമിനേഷനിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് കാരണം നമ്മൾ മുൻകൂട്ടി നമ്മുടെ ബാസൊക്കെ എന്ത് ചെയ്ത് വേഗം തന്നെ ക്രാഷ് റിവിഷനൊക്കെ മുൻകൂട്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഫെബ്രുവരിയിൽ നമ്മുടെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല സമയം കിട്ടി, പ്രിപ്പയർ ഉള്ള ടൈം കിട്ടി. എന്നിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഫേസ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ അടുത്ത് വന്നിട്ടില്ല, നമ്മുടെ കുട്ടികൾക്കൊന്നും ഒരാൾക്കും ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പേപ്പർ പോലും കണ്ടന്റുകൾ പഠിക്കാൻ സമയം കിട്ടാത്ത പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഒരുപാട് പേരാണ് വരുന്നത്. നമുക്ക് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്, മാത്രമല്ല ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് ക്രാഷ് എടുത്തിട്ടുള്ള കാര്യമുണ്ടെന്നാണ് നമ്മുടെ കുട്ടികൾ കൂടുതലായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരോട് വേണ്ടിയിട്ട് പറയണം, മക്കളെ, ചുരുങ്ങിയ സമയം എന്നല്ല, 1 ദിവസമോ 2 ദിവസം കൊണ്ട് പഠിക്കാനുള്ള കണ്ടന്റ് ക്രാഷിലുള്ളൂ. ക്രാഷിൽ നമ്മൾ കൊടുക്കുന്ന എന്താ ബേസിക് ക്ലാസ്സുകൾ, ഒരു 5-6 ചാപ്റ്റേഴ്സിന്റെ ബേസിക് കണ്ടന്റ് 4 ടോപ്പിക് കണ്ടന്റുകളാണ്. 20-25 മിനിറ്റുള്ള 4 ചാപ്റ്റേഴ്സിന്റെ സെക്ഷനുകളാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ Q&A സെഷൻ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, അതിന്റെ ക്ലാസ്സുകൾ, Q&A സെക്ഷന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ക്ലാസ്സുകളും അതിന്റെ മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പോൾ അത് എന്താ മെറ്റീരിയൽസും ക്ലാസ്സും എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് പബ്ലിക് എക്സാം പറയും നമ്മുടെ കഴിഞ്ഞ 3 സീസണുകളായിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതേ പരീക്ഷ പാറ്റേണിൽ നമ്മൾ 40-50 ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരങ്ങളും കൊടുത്ത് നമ്മൾ അതിൻ്റെ ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ മെറ്റീരിയലും കുട്ടികൾക്ക് ഈ കണ്ടന്റ് ആയിട്ട് ഷെയർ ചെയ്യാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഒബ്ജക്റ്റീവിലോട്ട് വരികയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ബാങ്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സാം ഓറിയന്റഡ് ആണ്. അപ്പോൾ ആ ഒരു ബാങ്കിൽ വരുന്ന 50-100 ക്വസ്റ്റ്യനുകൾ മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അത് പ്രിപ്പയർ ചെയ്താൽ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് 250-300 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസ്സുകളും അതിൻ്റെ മെറ്റീരിയൽ ഈ കണ്ടായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതല്ല മാത്രമല്ല നമുക്ക് ഫൈനലി നമ്മുടെ എക്സാം ക്രാക്കർ സെഷൻ ഒക്കെ വന്നിരിക്കുകയാണ്. എക്സാം ക്രാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയുള്ളതാണ്. എന്താണ് ഷോർട്ടി ക്വസ്റ്റ്യൻസ്? നമ്മൾ ഈ പരീക്ഷ വിജയിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കോഴ്സ് നടത്തുന്നത്, ഈ കോഴ്സ് നിങ്ങൾ പഠിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു 3 ഘട്ടങ്ങൾ കഴിയുന്നതോട് കൂടി നമ്മൾ എലിജിബിൾ ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ മോഡൽ എക്സാമിൽ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും. ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾക്ക് ആ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലെവൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുവരെ നമ്മുടെ ക്രാഷിൽ വന്നതിന്റെ ബെനിഫിറ്റ് മനസ്സിലാവുക. ആ ഒരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്ത ആ ഒരു കോൺഫിഡൻസ് ആണ്. അതും കഴിഞ്ഞ് നമ്മൾ പബ്ലിക് എക്സാമിനോട് പോയിട്ട് പരീക്ഷ റിസൾട്ട് വരുമ്പോൾ എൻ്റെ കുട്ടികളൊക്കെ വിജയിച്ചിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ഉദ്ദേശം. ആ ഒരു ട്രാക്കാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല രീതിയിൽ വിജയകരമായിട്ട് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റി. ഇപ്പോഴും നമുക്ക് ഒരുപാട് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത്ര ഷോർട്ട് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ടെക്സ്റ്റിലോട് പഠിക്കാൻ പോയി കഴിഞ്ഞ സമയമുണ്ടോ? സമയമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതാണെന്നുള്ളത് ബേസിക് ആയിട്ടും Q&A സെക്ഷൻ ആയിട്ടും ഒബ്ജക്റ്റീവ് ആയിട്ടും ക്രാക്കർ ആയിട്ടും ഈ 4 ഘട്ടങ്ങളിലായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനൊരു 5 ദിവസം മതി പഠിക്കാൻ. പരീക്ഷയുടെ തലേന്ന് വരെ പ്രിപ്പയർ ചെയ്യാം. പരീക്ഷ അന്ന് നിങ്ങൾക്ക് ഉച്ചക്കാണ് പരീക്ഷ, ട്രാവൽ ചെയ്യുമ്പോൾ വരെ നമ്മുടെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹം താഴെ കാണാൻ നമ്മളോട് വേഗം തന്നെ വിളിച്ച്
വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ മക്കളെ, വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഇപ്പോൾ ഒരുപാട് കുട്ടികളാണ് ശനി ഞായറുകളൊക്കെ ആയിട്ട് നമ്മളോട് കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരോടും നമ്മൾ റീച്ച് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ വീഡിയോയുടെ താഴെ കമന്റ് കണ്ടിരുന്നു, സാർ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തില്ല, ഞങ്ങൾ എൻക്വയറി ചെയ്തിട്ട് ഇതുവരെ റിപ്ലൈ വന്നില്ല എന്നുള്ളത്. സാറ്റർഡേ സൺഡേ ആയതുകൊണ്ടാണ് മക്കളെ നമുക്ക് എല്ലാവരോടും റീച്ച് ചെയ്യാൻ പറ്റാതെ. സോ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും നമ്മളെ ക്രാഷിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും, നമ്മൾ ക്രാഷിലോട് ജോയിൻ ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ വീഡിയോയോട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് NIOSന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത് നമുക്ക് ഫോർമേറ്റീവ് സമ്മേറ്റീവ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്താണ്, സമ്മേറ്റീവ് അസസ്മെന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ കൊടുത്ത് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. സമ്മേറ്റീവ് അസസ്മെന്റ് റിസൾട്ട് വന്നിരുന്നു, മാർക്സ് അവാർഡ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാർക്സ് നോക്കാനൊക്കെ ചെക്ക് ചെയ്യാം, മാർക്സ് അവാർഡ് ആയിട്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ കുറേ പേര് ഇത് അവാർഡ് ആയിട്ടുണ്ട്, കുറേ പേര് നോട്ട് അവാർഡ് ആണ്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റ് നമുക്ക് ആയി തന്നെ നമുക്ക് ആ റിസൾട്ട് ചെക്ക് ചെയ്തപ്പോൾ FA കാണാൻ പറ്റി, ഫോർമേറ്റീവ് അസസ്മെന്റ് കാണാൻ പറ്റി. സോ അപ്പോൾ അതെന്താണെന്നുള്ളത് കുട്ടികൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന്റെ നോട്ട് അവാർഡോടെ കാണിക്കുന്നത് പറഞ്ഞു. സോ ഈ ഫോർമേറ്റീവ് അസസ്മെന്റും സമ്മേറ്റീവ് അസസ്മെന്റും കൂടി ചേർന്നതാണ് നമ്മുടെ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫോർമേറ്റീവ് അസസ്മെന്റ് പറയുന്നത് നമ്മുടെ PCP ആണ്, സമ്മേറ്റീവ് അസസ്മെന്റ് പറയുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ്. ഇത് രണ്ടും ചേർന്നിട്ടാണ് നമുക്ക് പ്രാക്ടിക്കലിന് മാർക്ക് വരിക. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാത്രം പോയതുകൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് കിട്ടില്ല, പകുതി മാർക്ക് നമുക്ക് ഫോർമേറ്റീവ് അസസ്മെന്റ്. അതായത് 20 മാർക്കാണെങ്കിൽ 10 മാർക്ക് ഫോർമേറ്റീവിനും 10 മാർക്ക് നമുക്ക് സമ്മേറ്റീവിനും. അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 5 VCP ക്ലാസ് അറ്റൻഡ് ചെയ്യണം, എന്നാലും പകുതി മാർക്ക് കിട്ടുള്ളൂ. ബാക്കി പകുതി നമുക്ക് എന്ത് പബ്ലിക് എക്സാം പ്രാക്ടിക്കലിൽ നിന്ന് കിട്ടത്തുള്ളൂ. ഓക്കെ, അതും കഴിഞ്ഞ് അതിന്റെ കൂടെ നമുക്കൊരു ഇന്റേണൽ അസസ്മെന്റ്, നമ്മുടെ അസൈൻമെന്റ് മാർക്ക്, അതിന്റെ കൂടെ തന്നെ നമ്മുടെ തിയറിയുടെ മാർക്ക്, ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഈ NIOS എക്സാമിനേഷന്റെ ഇവാലുവേഷൻ എന്താണ്, അസസ്മെന്റ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. അതിനാണ് ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങൾ 2 വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. ഒന്ന് നമ്മൾ പറഞ്ഞിരുന്നത് നമ്മുടെ പ്രാക്ടിക്കലും അതേപോലെ തന്നെ തിയറിയും അതേപോലെ തന്നെ ഇന്റേണൽ അസസ്മെന്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയെന്നുള്ളത്. പിന്നെ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്തിരുന്നത് മിനിമം പാസ് മാർക്ക് എത്ര, തിയറിയും പ്രാക്ടിക്കലും ഇന്റേണൽ അസസ്മെന്റും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോർമേറ്റീവ് സമ്മേറ്റീവ് ആണ്. ഫോർമേറ്റീവ് സമ്മേറ്റീവ് എന്താണെന്നുള്ളത് ഏകദേശം ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, നമ്മുടെ കുട്ടികൾ അത് അങ്ങോട്ട് നോക്കും. ഞാനത് ഇവരെങ്ങനെയാണ് ഈ ഒരു ഫോർമാറ്റ്, എല്ലാത്തിനും ഒരു മാനദണ്ഡം ഉണ്ട്, എല്ലാത്തിനും ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്, വെറുതെ ഇഷ്ടമുള്ള പോലെയല്ല. അപ്പോൾ NIOS എക്സാമിനേഷൻ പഠിക്കുന്ന ഒരു കുട്ടി ഒരിക്കലും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ള പോലെ എല്ലാം മാർക്ക് ഇടുക, ഇഷ്ടമുള്ള പോലെ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനൊക്കെ പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ച നമ്മുടെ മാർക്ക് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നമുക്കിവിടെ തീരുമാനിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന കുട്ടികൾക്ക് നിങ്ങൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്ത് അതിന് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ചെയ്ത് വെച്ച എത്ര വലിയ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് എത്ര മാർക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റും, അതേപോലെ നമ്മൾ ചെയ്ത് ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ ഇമ്പോർട്ടൻറ്റ് മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മൾ എല്ലാ അപ്ഡേറ്റ്സും ഈ ഒരു യൂട്യൂബ് ചാനൽ ത്രൂ മുഖേനയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. മാത്രമല്ല എക്സാം കഴിഞ്ഞ് റിസൾട്ട് ഒന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെ എൻ്റെ അസിസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തോളൂ. നമ്മുടെ ലൈവ് കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നു. ഒരുപാട് പേര് ചോദിക്കുന്നു, സാറേ നമുക്ക് ലൈവ് തരില്ല. ലൈവ് മാരത്തോൺ ഒക്കെ വരുന്നുണ്ട്, അതിനൊക്കെ മെറ്റീരിയൽസും കാര്യങ്ങളും കണ്ടൊക്കെ പ്രിപ്പയറിംഗ് ആണ്. സോ അതൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി മുഖേനയായിരിക്കും. അപ്പോൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് ജോയിൻ ചെയ്തോളൂ മക്കളെ. ആർക്കും ജോയിൻ ചെയ്യാം, ഫ്രീ ആയിട്ട് ആർക്കും ആ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോർമേറ്റീവ് അസസ്മെന്റും സമ്മേറ്റീവ് അസസ്മെന്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫോർമാറ്റ് FA ആണ് 5 PCP സെഷൻ എന്ന് പറയുന്നത്. ഞാൻ 10ാം ക്ലാസ്സിലെ മാത്സിന്റെ ഒരു ഇതിലാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ എല്ലാ സബ്ജക്റ്റും ഡിസ്കസ് ചെയ്യും, ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ നമുക്ക് 5 PCP ക്ലാസ് ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ് പറഞ്ഞു. അതേപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സമ്മേറ്റീവ് അസസ്മെന്റ് SA പറയുന്നത് എന്താ, 6ാമത്തെ PCP പറയുന്നത് എന്താണ്, നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ്. സോ 5 PCP ക്ലാസ് നിങ്ങൾ നടത്തിയ ഓരോ പ്രാക്ടിക്കൽ സെക്ഷൻസ് PCP ക്ലാസ് അറ്റൻഡ് ചെയ്തല്ലോ, അങ്ങനെ അറ്റൻഡ് ചെയ്ത ഓരോ സെഷനും നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഫൈനലി അറ്റൻഡ് ചെയ്ത നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷനും നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. ഓക്കെ, സോ ഈ 2 മാർക്ക് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആണ്. 10ാം ക്ലാസ് മാത്സ് എടുത്ത കുട്ടികളുടെ ക്രൈറ്റീരിയ എങ്ങനെയാണ് അവർ ഇതിന്റെ മാർക്ക് ഇടുന്നത് എന്നുള്ളതാണ്. റെഗുലർ പാർട്ടിസിപ്പേഷൻ ഇൻ 5 PCP ക്ലാസ്. 5 PCP ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, അതായത് നിങ്ങൾക്ക് അവർ കണ്ടക്ട് ചെയ്തിട്ടുള്ള 5 PCP ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 1.5 മാർക്ക് കിട്ടും. ഓക്കെ, അതിന് 1.5 മാർക്ക് കിട്ടും. അതേപോലെ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഇൻ 5 PCP ക്ലാസ്. ആ 5 PCP ക്ലാസ്സിൽ നിങ്ങൾ ചെന്നപ്പോൾ അവർ നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവർ എങ്ങനെയാണ് പെർഫോം ചെയ്ത്, നിങ്ങളെ ആ ഒരു തന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും ഇവിടെ കൺസേൺ ഇല്ല. നിങ്ങൾ അതിന് പാർട്ടിസിപ്പേഷൻ ചെയ്തിട്ടുണ്ടോ, അതിന് നിങ്ങൾ ഒരു പെർഫോമൻസ്, ഒരു ആക്ടിവിറ്റി നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ടോ, ജസ്റ്റ് അത് നിങ്ങളൊന്ന് പ്രൊസീഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അവിടെ 1.5 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 1.5 3 മാർക്ക് കിട്ടി. ഓക്കെ, അടുത്തത് പ്രാക്ടിക്കൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ഇൻ 5 PCP ക്ലാസ്. ഈ 5 ക്ലാസ്സിലും നിങ്ങൾ റെക്കോർഡ് ബുക്ക്, വെറുതെ ഒരു കാലി റെക്കോർഡ് ബുക്ക് നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ, അതിനും നിങ്ങൾക്ക് 1.5 മാർക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, റെക്കോർഡ് ബുക്കൊക്കെ വാങ്ങിയിട്ട് ഞാൻ കൊണ്ടുപോക്കും. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നു, സാറേ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറഞ്ഞു റെക്കോർഡ് ബുക്ക് ഒന്നും ഇല്ലേ, കുഴപ്പമില്ല, ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, അതൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണ് ചെയ്യുക. അത് നല്ല രീതിയിൽ ഇതേപോലെ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. ചില കുട്ടികൾക്ക് പ്രശ്നം വരാറുണ്ട്, പ്രാക്ടിക്കൽ റെക്കോർഡൊന്നും കൊടുക്കാതെ ഫൈനൽ മാർക്ക് പിന്നെ വരും, പിന്നെ തരുന്നൊക്കെ പറയും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ അവിടെ തോറ്റുപോയതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ ചോദിക്കണം, ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ വരുന്നത് നമ്മൾ പറയണമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഇപ്പോൾ പറയില്ല. അന്നേ ഞാൻ പ്രാക്ടിക്കൽ റെക്കോർഡൊക്കെ വെക്കണം എന്ന് പറഞ്ഞത് ആ മാർക്ക് അവിടെ കണ്ടുകൊണ്ടാണ്. അതേപോലെ യൂസ് ഓഫ് പ്രാക്ടിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഓർ എക്യുപ്മെന്റ്സ്. അപ്പോൾ അവർ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിന്റെ ഡാറ്റ ആൻഡ് റീഡ് എക്സാമിനേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 1.5 മാർക്ക്. ഓക്കെ, അതേപോലെ പാർട്ടിസിപ്പേഷൻ വിത്ത് പിയർ ഗ്രൂപ്പ് ആൻഡ് ട്യൂട്ടർ. ഓക്കെ, നിങ്ങൾ ആ ക്ലാസ് നടത്തിയിട്ടുള്ള അധ്യാപകരും ആ ഒരു നിങ്ങളുടെ ടീം മെമ്പേഴ്സ്, നിങ്ങളൊരു 10-12 പേര് ടീമായിട്ടായിരിക്കും
ആയിരിക്കും ഈ ഒരു PCP അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരുമായി നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ജസ്റ്റ് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എന്താണോ അതിനും കിട്ടും 1.5 മാർക്ക്. സോ അങ്ങനെ 1.5 ആയിട്ട് മൊത്തം 7 മാർക്കാണ് മാത്സിന്റെ ഫോർമാറ്റീവ് അസസ്മെന്റ്. അതായത് 5 PCPക്ക് നമുക്ക് മൊത്തം പ്രാക്ടിക്കലിന്റെ മാർക്ക് 15 ആണ്. ഇതിൽ പകുതി മാർക്ക് നമുക്ക് 5 PCPക്കാണ്. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് the 5 boxes under formative assessment in the award list will be filled based on these 5 criteria. ഈ 5 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഈ 7 മാർക്ക് അവർ നൽകുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ ഈ 7 മാർക്ക് ലഭിക്കുകയുള്ളൂ. ആ ഫോർമാറ്റീവ് അസസ്മെന്റ് PCPയുടെ മാർക്ക് കൂടെ കിട്ടി. ഇനി നമ്മൾ നമ്മുടെ സമ്മേറ്റീവ്, അതായത് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ നിങ്ങളുടെ ലാസ്റ്റ് നിങ്ങൾ ഈ ഒരു കഴിഞ്ഞ മന്തിൽ തന്നെ എഴുതിയ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്മേറ്റീവ് അസസ്മെന്റ് മാർക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് അവാർഡ് ആയിട്ടുള്ളത് ഈ സമ്മേറ്റീവ് അസസ്മെന്റ് നിങ്ങൾ 6ാമത്തെ PCP പറഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ. നിങ്ങൾ 5 PCPന്റെ മാർക്ക് അവിടെ കിട്ടി. ഫോർമാറ്റീവ് സമ്മേറ്റീവ് പറയുന്നത് നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പോയി കണ്ടക്ട് ചെയ്തത്. ഓക്കെ, നിങ്ങൾ അറ്റൻഡ് ചെയ്തത്. അസസ്മെന്റ് ഓഫ് ആക്ടിവിറ്റി പെർഫോം 2 ആക്ടിവിറ്റീസ് ഔട്ട് ഓഫ് ദി ഗിവൺ 3 ആക്ടിവിറ്റി. 3 ആക്ടിവിറ്റി അവർ തന്നിട്ടുണ്ടാവില്ല. ഏതൊരു 2 ആക്ടിവിറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പെർഫോം ചെയ്താൽ തന്നെ ഒരു ആക്ടിവിറ്റിക്ക് 2.5 മാർക്ക് ചെയ്ത് 2 ആക്ടിവിറ്റിക്ക് 2.5 5 മാർക്ക് ഉണ്ടോ. 5 മാർക്ക് നിങ്ങൾക്ക് ആ ആക്ടിവിറ്റി നിങ്ങൾക്ക് അവരിപ്പോൾ നിങ്ങളോട് 4-5 എക്സ്പെരിമെന്റ് എഴുതി വരാൻ പറയും. അതിൽ നിങ്ങളോട് 3 അവർ സെലക്ട് ചെയ്ത് തരും. അതിൽ നിങ്ങൾ ഏതെങ്കിലും 2 നിങ്ങൾ ജസ്റ്റ് അതൊന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആക്ടിവിറ്റി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് 5 മാർക്ക് കിട്ടും. പിന്നെ അവർ ചോദിക്കുന്ന വൈവ വോയിസ് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ആക്ടിവിറ്റി. ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്തത് നിങ്ങൾ ചോദിക്കില്ല, എങ്ങനെ ചെയ്തത്, എന്താ കാട്ടിയത്, എന്താ റിസൾട്ട്, എന്താ കിട്ടിയത് അവർ ചോദിക്കില്ല. ജസ്റ്റ് നിങ്ങളോട് കോൺവെർസേഷൻ ഉണ്ടാവും. അതാണ് വൈവ എന്ന് പറയുന്നത്. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾ ഉത്തരം നൽകിയേ അതിന് 2.5 മാർക്ക്. സോ ഈ 5 2 ആയിട്ട് 7 മാർക്കാണ് നമുക്ക് നമ്മുടെ സമ്മേറ്റീവ് കിട്ടുക. അതൊരു മാത്തമാറ്റിക്സിൽ ഇതൊന്നും ടൈം ഓഫ് 2.5 hours വിൽ ബി അലൗഡ് ഫോർ ദ ഫൈനൽ എക്സാമിനേഷൻ. നിങ്ങൾക്ക് മൊത്തത്തിൽ അവർ 2.5 മണിക്കൂർ സമയമാണ് ഇതെല്ലാം നടത്തുന്നത്. അതായത് ഈ ഒരു സമ്മേറ്റീവ് അസസ്മെന്റ് ഫുൾ നടത്തുന്നത് 2.5 മണിക്കൂർ സമയമാണ്. ഒക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. സോ ഇവിടെ 7 മാർക്ക് കിട്ടി. അപ്പോൾ ഈ ഫോർമാറ്റീവിന്റെ 7 മാർക്കും സമ്മേറ്റീവിന്റെ 7 മാർക്കും 7 പ്ലസ് 7 അങ്ങനെയാണ് നിങ്ങൾക്ക് 15 മാർക്ക് നിങ്ങളുടെ പ്രാക്ടിക്കലിന് കിട്ടുന്നത്. മനസ്സിലായോ? ഇത് നമ്മൾ മാത്തമാറ്റിക്സിന്റെ കാര്യമാണ്. നമ്മൾ അടുത്ത സബ്ജക്റ്റിലോട്ട് പോകാം. സയൻസ് ആൻഡ് ടെക്നോളജി ലാബിലാണ് നമുക്ക് അത് എങ്ങനെ ബന്ധിക്കണം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് സയൻസ് ആൻഡ് ടെക്നോളജി വരികയാണെങ്കിൽ അതിന്റെ ഫോർമാറ്റീവ് അസസ്മെന്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 5 PCPയുടെ മാർക്കാണ് പറയുന്നത്. ഇതാ പാർട്ടിസിപ്പേഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1.5 മാർക്കിനാണ് വരുന്നത്. ആക്ടിവിറ്റീസിന് 1.5 മാർക്കാണ്. പിന്നെ നമ്മുടെ പ്രാക്ടിക്കൽ റെക്കോർഡ് മെയിൻ 1.5 മാർക്കിനാണ്. പ്രാക്ടിക്കൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്ത് 1.5 മാർക്കിനാണ്. നമ്മൾ പിയർ ഗ്രൂപ്പായിട്ട് നമ്മുടെ പാർട്ടിസിപ്പേഷന് 1.5 മാർക്ക്. ഇത് നമ്മുടെ മാത്സിന് അതേപോലെ തന്നെയാണ് 7 മാർക്ക്. അതേപോലെ തന്നെയാണ് നമ്മുടെ സമ്മേറ്റീവ് അസസ്മെന്റിന്റെ മാർക്കും വരുന്നത്. 6ാമത്തെ PCP പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പറഞ്ഞാൽ 3 ആക്ടിവിറ്റി 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 2.5 മാർക്ക് ചെയ്ത് 5. സോ നമ്മുടെ വൈവ വോയിസിന് 2.5 മാർക്ക് 7. അപ്പോൾ 7 പ്ലസ് 7 മൊത്തം 15 മാർക്ക്. അപ്പോൾ 10ാം ക്ലാസ് മാത്സിലും 10ാം ക്ലാസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലും നമുക്ക് ഒരേപോലെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 15 മാർക്കാണ് വരുന്നത്. അപ്പോൾ അതിലും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു സബ്ജക്റ്റ് നമുക്ക് നോക്കാം. 10ാം ക്ലാസ് നമ്മൾ ഡാറ്റ എൻട്രിയുടെ ഫോർമാറ്റീവ് അസസ്മെന്റ് FA മാർക്ക് നോക്കുകയാണെങ്കിൽ 5 PCPക്ക് നമുക്ക് ഇവിടെ മാറ്റുണ്ട്. മാത്സിലും സയൻസിനും ആയിരുന്നു ഒരേപോലെ വന്നിരുന്നത്. ഇവിടെ കണ്ടോ നമുക്ക് ഫോർമാറ്റീവിന് 30 മാർക്കും സമ്മേറ്റീവ് 30 അങ്ങനെ 60 മാർക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് 5 ക്രൈറ്റീരിയ അല്ല, ഇവിടെ നമുക്ക് 4 ക്രൈറ്റീരിയ ഉള്ളൂ. അത് എന്തൊക്കെ നോക്കാം. റെഗുലർ പാർട്ടിസിപ്പേഷൻ ഇൻ 5 PCP 5 PCP ക്ലാസ് നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ 10 മാർക്ക് കിട്ടും. നേരത്തെ അവിടെ 1.5 മാർക്കായിരുന്നു, ഇവിടെ നമുക്ക് 10 മാർക്ക് കിട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡാറ്റ എൻട്രി ലാബ് സബ്ജക്റ്റ് ആണ്. ഇപ്പോൾ മാത്തമാറ്റിക്സും സയൻസും ലാബാണ് വെച്ചാണ്, പക്ഷേ അവിടെ തിയറിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ന് ഇവിടെ അങ്ങനെയല്ല. ഡാറ്റ എൻട്രി ഒക്കെ പോലത്തെ സബ്ജക്റ്റ്, പെയിന്റിംഗ് ഒക്കെ പോലത്തെ സബ്ജക്ട്സിന് ലാബിനാണ് കൂടുതൽ പ്രയോറിറ്റി. മാർക്ക് കൂടുതൽ വരുന്നത് ലാബിനാണ്. അതുകൊണ്ടാണ് ഇവിടെ ലാബിന്റെ മാർക്ക് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡാറ്റ എൻട്രി ഒക്കെ പോലത്തെ പേപ്പേഴ്സിന് ലാബാണ് ഇമ്പോർട്ടന്റ്. തിയറി നമുക്ക് ചിലപ്പോൾ പരീക്ഷ എഴുതിയില്ലെങ്കിലും പാസ്സാകാൻ പറ്റും. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് പ്രാക്ടിക്കൽ മാത്രം വെച്ചിട്ട്. സോ ഇവിടെ കണ്ടോ ജസ്റ്റ് നിങ്ങളതൊന്നും പോയിട്ട് അറ്റൻഡ് ചെയ്താൽ തന്നെ കണ്ടോ ഡാറ്റ എൻട്രിക്ക് 10 മാർക്ക് അവിടെ കയറും. അതേപോലെ നിങ്ങളുടെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ 10 മാർക്ക് അതിന് കയറും, 20 മാർക്ക്. പിന്നെ നിങ്ങൾ അവിടെ റെക്കോർഡ് ബുക്ക് കൊണ്ടുവയ്ക്കുന്ന 5 മാർക്ക് അതിന് കയറും, 25 മാർക്ക്. നിങ്ങൾ അവിടുത്തെ പാർട്ടിസിപ്പേഷൻ 5 മാർക്ക്, അങ്ങനെ 30 മാർക്ക് നിങ്ങൾക്ക് അവിടെ ഫോർമാറ്റീവ് അസസ്മെന്റ് നിങ്ങളുടെ 5 PCPക്ക് അങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ സമ്മേറ്റീവ് അവിടെ എങ്ങനെ വരുന്നത് എന്നുള്ളത് നോക്കാം. 10ാം ക്ലാസ് ഡാറ്റ എൻട്രി സമ്മേറ്റീവിന്റെ മാർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ്. അവിടെ നമുക്ക് കണ്ടോ നമ്മൾ ആ ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്ത 2 ആക്ടിവിറ്റി നമ്മൾ പെർഫോം ചെയ്താൽ അതിന് 20 മാർക്ക് ഡയറക്റ്റ് സ്കോർ. എവിടെ നമുക്ക് 30 മാർക്ക് ഡയറക്റ്റ് നമുക്ക് ആ ആക്ടിവിറ്റി 20 മാർക്ക് 10 മാർക്ക് എന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ആ ഒരു നമുക്ക് ഈ ഡാറ്റ എൻട്രി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ചോദിക്കായിരിക്കും. നമ്മളൊരു എക്സ്പെരിമെന്റ് ഔട്ട്പുട്ട് എത്ര കാണിക്കണം. സോ ഔട്ട്പുട്ട് നിങ്ങൾ പ്രിന്റ് എടുത്ത് കൊടുക്കുക. ഡാറ്റ എൻട്രിയിലൊക്കെ നിങ്ങൾ ഒരു ഔട്ട്പുട്ട് പ്രിന്റ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഔട്ട്പുട്ടിന് 5 മാർക്ക് വരുന്നുണ്ട്. പിന്നെ അവർ നമ്മോട് ചോദിക്കുന്ന വൈവ അതെങ്ങനെ ചെയ്തു എന്നുള്ള ചോദിക്കുന്ന വൈവക്ക് 5 മാർക്ക്. അങ്ങനെ 30 മാർക്ക് നമുക്ക് നമ്മുടെ സമ്മേറ്റീവ് വരുന്നത്. അപ്പോൾ ഫോർമാറ്റീവ് 30ഉം സമ്മേറ്റീവ് 30, അങ്ങനെ 30 60 മാർക്ക്. 60 മാർക്ക് പ്രാക്ടിക്കൽ മാത്രമല്ല. ബാക്കി 40 മാർക്കിലാണ് നമുക്ക് എന്തുള്ളത് നമ്മുടെ തിയറി എക്സാമിനേഷനും അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റ് മാർക്കുള്ളത്. അപ്പോൾ കൂടുതൽ മാർക്ക് അതിനാണ് വരുന്നത് നമ്മുടെ പ്രാക്ടിക്കലിന് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി അടുത്തൊരു +2 സബ്ജക്ട് നോക്കാം. അപ്പോൾ 10ാം ക്ലാസ് കുറച്ച് കുട്ടികൾ മാത്രമേ എടുത്തുള്ളൂ. ഏറ്റവും കൂടുതൽ കുട്ടികൾ അറിയേണ്ടത് +2 സബ്ജക്ട്സുകളുടെ മാർക്ക് എത്രയാണ്. അപ്പോൾ നമ്മൾ +2 ഈ പോകാൻ പോകുന്നത് നോക്കാം. നമുക്ക് +2 നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫോർമാറ്റീവ് അസസ്മെന്റ് നമുക്ക് 5 PCPനെ നോക്കാം. ഏത് ഫിസിക്സ് സബ്ജക്ട് +2 സയൻസിൽ ഫിസിക്സ് എടുത്ത കുട്ടികളുടെ ഫോർമാറ്റീവിന്റെ മാർക്ക് എങ്ങനെ വരിക എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക്
ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളത് വരുന്നത് നമുക്കിവിടെ 5 ക്രൈറ്റീരിയ തന്നെയാണ്. നേരത്തെ നമ്മൾ 10ാം ക്ലാസ്സിൽ മാത്സും സയൻസും ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പാർട്ടിസിപ്പേഷൻ 5 ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം 2 മാർക്ക് വീതം. നേരത്തെ 10ാം ക്ലാസ്സിൽ 1.5 മാർക്ക് കിട്ടും, നമുക്ക് 2 മാർക്ക് വരുന്നുണ്ട്, 2 മാർക്ക് വീതം കിട്ടുന്നുണ്ട്. ആക്ടിവിറ്റീസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തിരിക്കണമെങ്കിൽ അതിന് 2 മാർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റെക്കോർഡ് ബുക്ക് ജസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനും കിട്ടുന്നത് നമുക്ക് 2 മാർക്ക്, അങ്ങനെ 6 മാർക്കായി. പിന്നെ നമ്മൾ അവിടെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ്, ഇപ്പോൾ ഫിസിക്സ് ഒക്കെ പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ എന്തെങ്കിലും ഡിവൈസുകൾ, മിറേഴ്സ്, കോൺവേവ് മിറർ, കോൺവെക്സ് മിറർ, അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള UV ഓരോ നമ്മൾ മെറ്റീരിയൽസ് അവർ തന്ന പ്രിസംസ് എന്തോ യൂസ് ചെയ്തിരിക്കണോ അത് നമ്മൾ കയ്യിൽ ജസ്റ്റ് ആ മെക്യുമെന്റ്സ് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് 2 മാർക്ക് കിട്ടും. അങ്ങനെ നമുക്ക് 8 മാർക്ക്. ദെൻ ഫൈനലി നമ്മൾ ആ ഒരു ടീമുമായിട്ട് അല്ലെങ്കിൽ ആ ടീച്ചറുമായി ട്രെയിനറുമായിട്ട് നമ്മുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ 2 മാർക്ക്. അങ്ങനെ മൊത്തം നമുക്ക് ഫോർമാറ്റീവ് അസസ്മെന്റ് നമ്മുടെ PCPക്ക് 10 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ 10 മാർക്ക് നിങ്ങൾ PCPയിലൂടെയും അടുത്ത 10 മാർക്ക് നമുക്ക് വരുന്നത് നമ്മുടെ സമ്മേറ്റീവ് ആണ്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. സമ്മേറ്റീവിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, നമ്മുടെ ഫിസിക്സിൽ സമ്മേറ്റീവ് നമ്മുടെ 6ാമത്തെ PCP, അതായത് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ്. ഇവിടെ നമുക്ക് അസസ്മെന്റ് ഓഫ് ആക്ടിവിറ്റി പെർഫോംഡ് നമുക്ക് 2 ആക്ടിവിറ്റിയാണ് തന്നിട്ടില്ല. 2 ആക്ടിവിറ്റി തന്നിട്ടുള്ളത്. ഒരു ആക്ടിവിറ്റിക്ക് 3.5 മാർക്ക് വീതമാണ്. അപ്പോൾ 2 ആക്ടിവിറ്റിക്ക് 3.5 × 7 മാർക്ക്, 3.5 × 2 7 മാർക്ക്. അപ്പോൾ 7 മാർക്ക് നമുക്ക് ആക്ടിവിറ്റി പെർഫോം ചെയ്താൽ കിട്ടും. അതല്ലാതെ വൈവ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് 3 മാർക്ക്. അങ്ങനെ 7 + 3 മൊത്തം 10 മാർക്ക് നമുക്ക് സമ്മേറ്റ്. അപ്പോൾ നമുക്ക് മൊത്തം ഫിസിക്സിന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്ക് 20 മാർക്കാണ്. അതിന്റെ ഫോർമാറ്റീവ് അസസ്മെന്റ് അതായത് PCPയുടെ മാർക്ക് മാത്രം 10 മാർക്കും നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആയിട്ടുള്ള സമ്മേറ്റീവിന്റെ മാർക്ക് 10 മാർക്ക്. അങ്ങനെ 10 20 മാർക്കാണ് നമുക്ക് ഇതിലൂടെ സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് കെമിസ്ട്രി സബ്ജക്ട് നോക്കാം. നമ്മൾ കെമിസ്ട്രിയിലോട്ട് വരികയാണെങ്കിൽ കെമിസ്ട്രിയിലും നമുക്ക് ഫിസിക്സിന് അതേപോലെ തന്നെയാണ് 10 മാർക്ക് നമ്മുടെ PCPക്കും 10 മാർക്ക് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ്. 10 + 10 അതേ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും ഒക്കെ ഒരേ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് വരുന്നത്. നമുക്ക് അടുത്തൊരു സബ്ജക്ട് നോക്കാം. +2 ഹോം സയൻസ് എടുത്ത കുട്ടികൾ, ബയോളജി എടുത്ത കുട്ടികൾ, കെമിസ്ട്രി എടുത്ത കുട്ടികൾ, ഫിസിക്സ് എടുത്ത കുട്ടികൾക്കൊക്കെ ഏകദേശം ഒരേ മാർക്കാണ് വരുന്നത്. അതായത് 20 മാർക്കാണ്. 10 മാർക്ക് നമ്മുടെ PCPയും 10 മാർക്ക് നമ്മുടെ പ്രാക്ടിക്കലാണ്. അതിൽ മാറ്റങ്ങളൊന്നുമില്ല. സോ ഇതിൽ മാറുന്ന സബ്ജക്ട് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് മാർക്ക് മാറും. അത് നമുക്ക് നോക്കാം. അടുത്ത മാറുന്ന സബ്ജക്ട് ഏതാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് +2 കമ്പ്യൂട്ടർ സയൻസ്, സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത കുട്ടികളാണെങ്കിൽ, ബയോളജി അല്ല കമ്പ്യൂട്ടർ സയൻസ് ഓപ്ഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ അവരുടെ പ്രാക്ടിക്കലിന് മാർക്ക് വ്യത്യാസമുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, പ്രാക്ടിക്കൽ കമ്പ്യൂട്ടർ സയൻസ് ആകുമ്പോൾ വീണ്ടും നമ്മുടെ ഡാറ്റ എൻട്രി പോലെ പ്രാക്ടിക്കലാണ് വെയിറ്റേജ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇവിടെ 40 മാർക്ക് നമുക്ക് കമ്പ്യൂട്ടർ സയൻസിന് PCPയും നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരുന്നുണ്ട്. അത് നമ്മൾ ഫോർമാറ്റീവ് അസസ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 PCP ക്ലാസ്സിൽ നമുക്ക് 20 മാർക്കാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് 5 മാർക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ അവിടെ ആക്ടിവിറ്റീസ് ഒക്കെ പെർഫോം ചെയ്താൽ 10 മാർക്ക് കിട്ടും. ഇതിന് നമ്മൾ റെക്കോർഡ് ബുക്ക് കൊണ്ടുപോയാൽ 2.5 മാർക്ക് കിട്ടും. നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷന് 2.5 മാർക്ക്. അങ്ങനെ മൊത്തം 20 മാർക്ക് നിങ്ങൾക്ക് ഫോർമാറ്റീവ് അസസ്മെന്റ് കിട്ടും. അതായത് നിങ്ങൾ PCP ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് 20 മാർക്ക് വെറുതെ കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് സമ്മേറ്റീവ് അസസ്മെന്റ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലെ അസസ്മെന്റ് നമ്മുടെ ആക്ടിവിറ്റീസ് അസസ്മെന്റിന് തന്നെ നമുക്ക് 2 ആക്ടിവിറ്റി ആണെങ്കിൽ 7 മാർക്ക് വീതം. ഒരു ആക്ടിവിറ്റിക്ക് 7 മാർക്ക് ചെയ്ത് 2 ആക്ടിവിറ്റി 15 മാർക്ക് വരും. അപ്പോൾ ഒറ്റ ആക്ടിവിറ്റി ആണെങ്കിൽ ഒറ്റ 15 മാർക്ക്, 2 ആക്ടിവിറ്റി അങ്ങനെ 3 ആക്ടിവിറ്റി ആണെങ്കിൽ 5 മാർക്ക് വരുന്നത്. സോ അങ്ങനെയാണ് നമുക്ക് 15 മാർക്ക് ആക്ടിവിറ്റിക്ക് വരുന്നത്. പിന്നെ നമുക്ക് വൈവ വോയിസ് മാത്രമേ ഉള്ളൂ 5 മാർക്ക്. സോ 15 മാർക്ക് നമ്മുടെ ആക്ടിവിറ്റീസിനും 5 മാർക്ക് നമ്മുടെ വൈവ വോയിസും ആണ്. അങ്ങനെ മൊത്തം 20 മാർക്ക്. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ 20 + 20 40 മാർക്ക്. മറ്റേ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ്, ജോഗ്രഫിക്കൊക്കെ നമുക്ക് 10 20 മാർക്ക് വരുന്നതിന് ഡബിൾ മാർക്കാണ് നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൽ വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ ലാബാണ് ഇമ്പോർട്ടന്റ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ +2 ഹോം സയൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ പെയിന്റിംഗ് +2 ഹോം സയൻസ്, പെയിന്റിംഗ്, ഡാറ്റ എൻട്രി എടുത്ത കുട്ടികളുണ്ടാവും. പെയിന്റിംഗ് സബ്ജക്ട് +2 എടുത്ത ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് നോക്കുകയാണെങ്കിൽ അവർ പെയിന്റിംഗ് സബ്ജക്ട് നമുക്ക് കൂടുതലായിട്ട് ഡാറ്റ എൻട്രി പോലെയാണ് നമുക്ക് ലാബിനാണ് മാർക്ക് കൂടുതൽ വരുന്നത്. സോ അവിടെ നമ്മൾ പെയിന്റിങ്ങിന്റെ ഫോർമാറ്റീവ് അസസ്മെന്റ് നോക്കുകയാണെങ്കിൽ 5 സബ്ജക്ട്സുകൾക്ക് ഫോർമാറ്റീവ് മാത്രം നമുക്ക് 35 മാർക്ക് വരുന്നുണ്ട്, സമ്മേറ്റീവ് 35. അങ്ങനെ മൊത്തം 70 മാർക്ക്. കണ്ടോ, ഏറ്റവും കൂടുതൽ മാർക്ക് പെയിന്റിങ്ങിനാണ്. പെയിന്റിങ്ങിന് തിയറിക്കല്ല മാർക്ക്, നമ്മുടെ ലാബിനാണ് മാർക്ക്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്താൽ തന്നെ 7 മാർക്ക് കിട്ടും. അതേപോലെ നിങ്ങൾ ആക്ടിവിറ്റീസ് ജസ്റ്റ് പെർഫോം ചെയ്യാം 7 മാർക്ക് കിട്ടും. പ്രാക്ടിക്കൽ റെക്കോർഡ് കൊണ്ടുപോയാൽ അതിനും 7 മാർക്ക് കിട്ടും. അതേപോലെ നിങ്ങൾ ആ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്താൽ അതിന് 7 മാർക്ക് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ അവിടുത്തെ പാർട്ടിസിപ്പേഷൻ 7 മാർക്ക്. അങ്ങനെ മൊത്തം 35 മാർക്ക് നമുക്ക് ഫോർമാറ്റീവിലും കിട്ടും. അതേപോലെ സമ്മേറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അന്ന് നമുക്ക് തരുന്ന 2 ആക്ടിവിറ്റീസ്, ഒരു ആക്ടിവിറ്റീസിന് 10 മാർക്ക് വീതം, 2 ആക്ടിവിറ്റിക്ക് 20 മാർക്കും കിട്ടും. അതല്ലാതെ വൈവ വോയിസ് അവിടെ ചോദിക്കുന്ന ആ ഒരു വൈവ അല്ല സോറി നമ്മുടെ പോർട്ട്ഫോളിയോ, ആ ഒരു നമ്മൾ ലാസ്റ്റ് ഫൈനലി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പോർട്ട്ഫോളിയോ സബ്മിറ്റ് ചെയ്താൽ അതിന് നമുക്ക് 15 മാർക്ക്. അപ്പോൾ 20 + 15 മൊത്തം 35 മാർക്ക് നമുക്ക് സമ്മേറ്റീവ് കിട്ടും, അതായത് പ്രാക്ടിക്കൽ കിട്ടും. സോ ഫോർമാറ്റീവ് സമ്മേറ്റീവ് ആയിട്ട് നമുക്ക് മൊത്തം 70 മാർക്ക് നമുക്ക് നമ്മുടെ പെയിന്റിംഗിൽ വരുന്നുണ്ട്. ഇനി നമ്മൾ +2 ഏറ്റവും കൂടുതൽ കുട്ടികൾ എടുത്ത സബ്ജക്റ്റ് ആണ് ഡാറ്റ എൻട്രി ഓപ്ഷൻ. +2 ഡാറ്റ എൻട്രി ഓപ്പറേഷൻ. +2 ഡാറ്റ എൻട്രി ഓപ്പറേഷനോട്ട് നമ്മൾ വരികയാണെങ്കിൽ അതിന്റെ ഫോർമാറ്റീവ് അസസ്മെന്റ് മാർക്ക് നമ്മൾ 5 PCP ക്ലാസ്സിന്റെ മാർക്ക് ഫോർമാറ്റീവ് മാത്രം നമുക്ക് 30 മാർക്ക് വരുന്നുണ്ട്. ഓക്കെ, നേരത്തെ നമുക്ക് പെയിന്റിംഗ് ആയിരുന്നു ഏറ്റവും കൂടുതൽ 35 മാർക്ക്, അതിൽ ഒരു 5 മാർക്ക് കുറവിൽ. അപ്പോൾ അത് 70 മാർക്ക് ആണെങ്കിൽ ഇവിടെ 60 മാർക്ക് നമുക്ക് ഡാറ്റ എൻട്രി. അപ്പോൾ ഡാറ്റ എൻട്രിക്ക് നമുക്ക് തിയറി അല്ല ഇമ്പോർട്ടന്റ്, പ്രാക്ടിക്കലാണ് ഇമ്പോർട്ടന്റ്. സോ പ്രാക്ടിക്കലിന് നമ്മൾ ആ ഒരു PCP ജസ്റ്റ് പോയിട്ട് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് 10 മാർക്ക് കിട്ടുന്നുണ്ട്. നമ്മളവിടെ ആക്ടിവിറ്റീസ് ഒക്കെ പെർഫോം ചെയ്യുകയാണെങ്കിൽ 10 മാർക്ക് കിട്ടുന്നുണ്ട്. നമ്മളവിടെ റെക്കോർഡ് ബുക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് 5 മാർക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മൾ ആ ജസ്റ്റ് ഗ്രൂപ്പായിട്ട് നമ്മുടെ ആ ഒരു പിയർ ഗ്രൂപ്പുമായിട്ട് നമ്മളെ ട്യൂട്ടറുമായിട്ടുള്ള നമ്മുടെ ആ ഒരു ബിഹേവിയറിന് ക്യാരക്ടറിന് നമുക്ക് ഒരു 5 മാർക്ക് കിട്ടുന്നുണ്ട്. സോ മൊത്തം 30 മാർക്ക് നമുക്ക്
ഫോർമാറ്റീവ് സ്കോർ ചെയ്യാൻ പറ്റും. സമ്മേറ്റീവിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് 30 മാർക്കിന് സമ്മേറ്റീവ് കിട്ടും. അത് നമുക്ക് അസസ്മെന്റ് ഓഫ് ആക്ടിവിറ്റി, നമ്മൾ 2 ആക്ടിവിറ്റി ആണ് തന്നിട്ടുണ്ടാവും. ആ 2 ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റി 10 മാർക്ക് വീതം, 2 ആക്ടിവിറ്റിക്ക് 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ആ റിസൾട്ട് ഔട്ട്പുട്ട് നമ്മൾ പ്രിന്റ് എടുക്കുകയാണെങ്കിൽ അതിന് 5 മാർക്ക് കിട്ടുന്നുണ്ട്. ദെൻ അവർ ചോദിക്കുന്ന വൈവ കോഴ്സിന് നമുക്ക് 5 മാർക്ക്, അങ്ങനെ മൊത്തം 30 മാർക്ക് നമുക്ക് പ്രാക്ടിക്കൽ സമ്മേറ്റീവ് മാർക്കും വരുന്നുണ്ട്. സോ ഫോർമാറ്റീവ് അസസ്മെന്റ് 30 മാർക്കും സമ്മേറ്റീവ് അസസ്മെന്റ് 30 മാർക്ക്, അങ്ങനെ മൊത്തം 60 മാർക്കാണ് നമ്മുടെ ഡാറ്റ എൻട്രി ഓപ്പറേഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം പ്രാക്ടിക്കലുള്ള സബ്ജക്ട്സുകളുടെ ഒക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അത്രയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് പകുതി മാർക്ക് നമുക്ക് ഫോർമാറ്റീവ് കിട്ടുന്നത് നമ്മൾ ഇപ്പോൾ ഇതുവരെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പോയി അറ്റൻഡ് ചെയ്താൽ, അപ്പോൾ നമ്മൾ PCB അറ്റൻഡ് ചെയ്താലൊക്കെ കാര്യമുണ്ടോ ചോദിച്ച കുട്ടികൾക്കാണ് പകുതി മാർക്ക് നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പോകണമെങ്കിൽ അതിന് ബാക്കി പകുതി നമുക്ക് കിട്ടും. സോ ഈ 2 മാർക്ക് നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഡാറ്റ എൻട്രി പോലത്തെ സബ്ജക്ട്സ്, ഹോം സയൻസ് പോലത്തെ സബ്ജക്ട്സ്, പെയിന്റിംഗ് പോലത്തെ സബ്ജക്ട്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, 10ാം ക്ലാസ്സിൽ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി, മാത്തമാറ്റിക്സ് പോലുള്ള സബ്ജക്ട് ലാബുള്ള സബ്ജക്ട്സുകളായതുകൊണ്ട് അതിന് ഈ ഒരു പ്രാക്ടിക്കൽ മാർക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു മാർക്ക് എങ്ങനെ വരാമെന്നൊക്കെ മനസ്സിലായിട്ട്, അപ്പോൾ ഇനി നമുക്ക് റിസൾട്ട് വരുമ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് നമ്മൾ മാർക്ക് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഇതിന്റെ വാലേഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ വാലറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് ശരിയായില്ല, അത് ശരിയായില്ല, അതുകൊണ്ടാണ് ഇതാണ് നമ്മൾ ചിന്തിക്കും. അങ്ങനെ വേണ്ട, നമുക്ക് ജഡ്ജ്മെന്റൽ ആവണ്ട, പ്രിജുഡിസ് ആവണ്ട. നമുക്ക് ഇതിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അതാണ് ഞാൻ അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പ്രോട്ടോകോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉള്ള മക്കളെ ഈ വീഡിയോയുടെ കമന്റ് ചെയ്തോളൂ. ഈ ഒരു മാർക്കുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ, ഞാൻ റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഈ ഒരു പ്രാക്ടിക്കലിന്റെ സമ്മേറ്റീവിന്റെ ഫോർമാറ്റീവിന്റെ ഒക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വരിക, ഇവാലുവേഷൻ എങ്ങനെ, അസസ്മെന്റ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിന്റെ അവസാനഘട്ട അഡ്മിഷൻ നടന്നു. ഒരുപാട് കുട്ടികളാണ് ഇപ്പോൾ നമുക്ക് ക്രാഷ് കോഴ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് പഠിക്കാനുള്ള സമയം 15 ദിവസം മാത്രമേ. ഈ സമയം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാനുള്ള കണ്ടന്റുകളെ നമ്മുടെ ക്രാഷ് കോഴ്സിലുള്ള, അപ്പോൾ ആ ഒരു ഇമ്പോർട്ടന്റ് കണ്ടന്റ് മാത്രം നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വിഷയം, 2 വിഷയമോ എത്ര വിഷയമാണോ വേണ്ടത് എടുക്കാൻ താഴെ കാണുന്ന നമ്മളോട് ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.